ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ലിറ്റററി ലുമിനാരീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് എഴുതിയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓതറിനെ പറ്റി പിന്നെ ഇതിൻ്റെ ഒരു ഓവർവ്യൂ, പിന്നെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ എല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഓതറിനെ പറ്റി നോക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് അദ്ദേഹം ഒരു കൊളംബിയൻ റൈറ്ററാണ്, ജേർണലിസ്റ്റാണ്. ഗാബോ എന്ന പേരിലാണ് കൂടുതലായി അറിയപ്പെട്ടിരുന്നത്. പിന്നെ 20th സെഞ്ച്വറിയിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൈറ്റേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. 1982 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നത് മാജിക്കൽ റിയലിസം എന്ന എഴുത്ത് രീതിയുടെ പേരിലാണ്. ഈ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ഫാൻറ്റസി മിക്സ് ചെയ്ത് എഴുതുന്ന ആ ഒരു രീതിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ്. ഇതിൽ 100 years ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസത്തിന് കുറച്ച് പേര് കേട്ടിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓതറിനെ കുറിച്ചിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോണത് എന്താണ് മാജിക്കൽ റിയലിസം എന്നാണ്. ഇത് നമുക്ക് എക്സാമിനൊക്കെ എഴുതാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. മാജിക്കൽ റിയലിസം ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ വേർ മാജിക്കൽ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ഇൻ എ റിയൽ വേൾഡ് സെറ്റിംഗ് ബട്ട് ദേ ആർ ട്രീറ്റഡ് ആസ് കംപ്ലീറ്റ്ലി നോർമൽ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ്, അതായത് ഒരു എഴുത്ത് രീതിയാണ്. അവിടെ മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മുടെ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അതും കംപ്ലീറ്റ്ലി നോർമലായിട്ട്, അതായത് അതിനൊരു പ്രത്യേകതയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഉള്ളൊരു സംഭവമായിട്ടാണ് ഈ മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സിനെ നമ്മുടെ റിയൽ ലൈഫിൽ ഈ റൈറ്റർ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. This style combines the elements of ordinary life with the elements of fantasy and magic. അതായത് നമുക്ക് റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ ഫാൻറ്റസി ആയിട്ട് വരുന്നതൊക്കെ. ഫാൻറ്റസി അതുപോലെ മാജിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർഡിനറി ലൈഫുമായിട്ട്, നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. Like fairy tales, works of magical realism blur the line between fantasy and reality. അതായത് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലിൽ വരുന്ന വർക്കുകളെല്ലാം തന്നെ ഫാൻറ്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അവിടെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി മിക്സപ്പായിട്ടാണ് അത്തരത്തിലുള്ള എഴുത്തുകളിൽ വരുന്നത്. അപ്പോൾ ഇതാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഇതിൽ മെയിനായിട്ട് 3 ക്യാരക്ടേഴ്സാണ് വരുന്നത്. അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. പെലായോ എന്ന് പറയുന്നതാണ് ഫസ്റ്റത്തെ ക്യാരക്ടർ. ആളൊരു പുവർ മാനാണ്. ആളുടെ ഫാമിലി ആണ് ഈ ഓൾഡ് മാനെ ഫൈൻഡ് ചെയ്യണതൊക്കെ. അപ്പോൾ ഇവരൊരു റിവർ ബാങ്കിലാണ് ഇവരുടെ വീട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇയാളുടെ വൈഫാണ് എലിസിൻഡ എന്ന് പറയുന്നത്, പെലായോയുടെ വൈഫാണ്. ഇവർക്കൊരു കുട്ടിയുണ്ട്, ഭയങ്കര ചെറിയൊരു ബേബിയാണ്, സിക്കായിട്ടുള്ളൊരു ബേബിയാണ്, അതായത് അസുഖമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പിന്നെ ഓൾഡ് മാനെ ഈ ഒരു കഥയിൽ വിങ്സൊക്കെ ഉള്ള ഓൾഡ് മാനായിട്ടാണ് നമ്മൾ ടൈറ്റിലിൽ പറയണ പോലെ തന്നെ എനോമസ് ആയിട്ടുള്ള വിങ്സ്, അതായത് ബിഗ് ആയിട്ടുള്ള വിങ്സ് ഉള്ള ഒരു ഓൾഡ് മാനാണ് കാണുന്നത്. ഈ ഓൾഡ് മാനെ ഏഞ്ചലായിട്ടും കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്, മാലാഖയായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആളുടെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് ഈ സ്റ്റോറിയിൽ എവിടെയും റിവീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് മൈനറായിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു സ്പൈഡർ വുമൺ, പിന്നെ ഒരു ഡോക്ടർ, അതുപോലെ ഒരു നൈബർ വുമൺ. ഇവരൊക്കെ മൈനറായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, അതായത് അധികം റോളൊന്നും ഇല്ലാത്ത ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടർ ലിസ്റ്റ്. അടുത്തതായിട്ട് ഈ കഥയുടെ ഒരു ഓവർവ്യൂ പറഞ്ഞു തരാം. അതിൽ ഈ കഥ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ റിയലിസം സ്റ്റൈലിൽ എഴുതിയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അത് നമുക്ക് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ് ആണ്. അതൊരു നോർമലായിട്ടുള്ളൊരു മാനിന് എന്തായാലും വിങ്സ് ഉണ്ടാവില്ല, അപ്പോൾ അതൊരു അബ്നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് നോർമലായിട്ടാണ് ഈ ഒരു കഥയിൽ അവർ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു അബ്നോർമാലിറ്റി അവിടെ ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു കഥയിൽ ഒരു പുവറായിട്ടുള്ള കപ്പിളുണ്ട്. കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെലായും അതുപോലെ എലിസിൻ്റെയും. അപ്പോൾ ഇവരൊരു പുവർ ഫാമിലിയാണ്, ഇവർക്കൊരു ബേബി ഉണ്ട് പറഞ്ഞല്ലോ.
അപ്പോൾ ഒരു റിവർ ബാങ്കിലാണ് ഇവർ താമസിക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവരുടെ വീടിൻ്റെ കോർട്ട്യാർഡിലാണ് ഈ ഒരു ഓൾഡ് മാനെ കാണുന്നത്. ഈ ഓൾഡ് മാനെ ഇവരുടെ വീടിൻ്റെ കോഴിക്കൂട്ടിൽ അടച്ചിടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവർ വിചാരിക്കുക ഈ ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഒരു സെയിലറാണ്, ഒരു നാവികനാണ്. ആളുടെ ഷിപ്പ് ബ്രേക്കായിട്ട് ഇവിടെ വന്ന് ഇതായതാണ്, ആൾക്ക് ഡയറക്ഷൻ ലോസ്റ്റ് ആയിട്ട് ഇവിടെ വന്നാണ്, അങ്ങനെയാണ് ഇവർ ആദ്യം വിചാരിക്കുക. പിന്നെ ഒരു നൈബർ വുമൺ വന്നിട്ടാണ് പറയുക ഇത് ഏഞ്ചലാണ്, വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഏഞ്ചലാണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഓൾഡ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓൾഡാണ്. ഇയാൾ ഭയങ്കര വീക്കാണ്, പറക്കാനൊന്നും ഇയാൾക്കപ്പോൾ പറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. ഇങ്ങനെ ഇവരുടെ വീട്ടിലെ കോഴിക്കോട്ടിൽ ഇങ്ങനൊരു ഏഞ്ചൽ ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഈ ഒരു ഏഞ്ചലിനെ കാണാനായിട്ട് പെലായോടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചലിനെ കാണാനായിട്ട് ഒരു ഇത്ര എമൗണ്ട് പേ ചെയ്യണമെന്ന് ഇവർ പറയാണ്. അങ്ങനെ ഇവർ പേയ്മെൻറ്റൊക്കെ നടത്തി കുറേ പൈസയൊക്കെ കിട്ടും. ഇങ്ങനെ ഇവർ റിച്ചായിട്ട് മാറുകയാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു സ്പൈഡർ വുമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അടുത്തതായിട്ട് വരുന്നത്. അതും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മുടെ ഏഞ്ചലിൽ നിന്ന് ഈ സ്പൈഡർ വുമണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ ആരും ഏഞ്ചലിനെ കാണാനായിട്ട് വന്നിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും തന്നെ പെലായോയുടെ ഫാമിലി നല്ല റിച്ച് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ വീടും കാര്യങ്ങളൊക്കെ മാറ്റി പണിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ ആ ഒരു കോഴിക്കൂടിനെ മാത്രം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഏഞ്ചലിനെ അപ്പോഴും ഒരു ആ മോശം അവസ്ഥയിലുള്ള കോഴിക്കൂട്ടിൽ തന്നെയാണ് അവർ ഇട്ടിരുന്നത്. ആ ഏഞ്ചൽ കാരണമാണ് അവർക്ക് ഇത്രയും ഭാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവരുടെ കുട്ടിയുടെ അസുഖം എല്ലാം മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഏഞ്ചലിന് ആളുടെ സ്ട്രെങ്ത്ത് തിരിച്ചു കിട്ടുകയാണ് മെല്ലെ മെല്ലെ. എന്നിട്ട് പിന്നെ ആളങ്ങനെ പറന്ന് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റോറി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ വരുന്നത്. ഹ്യൂമൻസിൻ്റെ ആ ഒരു സെൽഫിഷ്നെസ്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് തീമായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. വളരെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സാം ടൈമിലൊക്കെ കേൾക്കാനൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. പിന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അത് ഇതിൻ്റെ കൂടെ ആഡാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്തി ആയിട്ട് മാറും വീഡിയോ. അപ്പോൾ അത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ഇടാമെന്ന് വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇടുന്നതാണ്. നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.